ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഞാനും ചേട്ടനും മക്കളും താഴെ അമ്മ അനിയൻ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കുടുംബത്തിലെല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസവും കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ചേച്ചിയുടെ മോള് ഗർഭിണിയാണ് കേട്ടോ. അപ്പോൾ 7ാം മാസം, ഇപ്പോൾ 7ാം മാസം ആയിട്ടുണ്ട്. അപ്പോൾ 7ാം മാസം അറിയിക്കാൻ പോവുകയാണ്. ഞങ്ങൾ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ, മോളെ വിളിച്ചുകൊണ്ടൊക്കെ വരണം. അങ്ങനത്തെ ഒരു ചടങ്ങാണ്. 7ാം മാസം ചടങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ, അതാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ എല്ലാവരും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം അതിന് വേണ്ടിയാണ് ഈ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു, കുളിയല്ല ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ അമ്മേനെ കൊണ്ട് മാമിയുടെ വീട്ടിലോട്ട് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊന്നും ആരുമില്ല, ഈ അടുത്തുള്ള പരിസരത്തൊന്നും ആരുമില്ല. അതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങ് കൊണ്ട് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വൈകിട്ട് ഞാൻ വന്നിട്ടാണ് പോയി വിളിച്ചുകൊണ്ടൊക്കെ വരാൻ. അപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സിദ്ധാർത്ഥം ആദ്യമൊക്കെ ഒരുങ്ങി അങ്ങ് നിൽക്കുകയാണ്. വാ അമ്മ വാ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. ഇനി അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഞാൻ ചേച്ചിന്ന് ഉദ്ദേശിച്ചത് ചേട്ടൻ്റെ മാമൻ്റെ മോളാണ്. മോളാണ് ഗർഭിണിയായിരിക്കുന്നത് കേട്ടോ. ഞാൻ ചേച്ചിയാ. അപ്പോൾ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പലഹാരം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 7നും പലഹാരമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു പെട്ടിയിൽ 101 പലഹാരമാണ് കേട്ടോ. ഇതെന്താ ചേച്ചി? അത് കൊടുക്കാനുള്ള പ്രത്യേകം എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കാണിക്കാൻ. ഇതിന് പ്രത്യേകം അവിടെ കയ്യിൽ കൊടുക്കണോ? അല്ല, അവിടെ കൊണ്ടു ചെന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കും. ഇതിലെല്ലാം ഉണ്ടല്ലേ? 7 ഐറ്റം. നെയ്യപ്പം, അച്ചപ്പം, മുറുക്ക്, മുന്തിരിക്കൊത്ത്, ജിലേബി, ബോളി, പിന്നെ പക്കാവടയുണ്ട്. പക്കാവട ഇത്രയും കൂടെ കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. പലഹാരം മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ ചടങ്ങ് പ്രത്യേകിച്ച് അവിടെ ഉണ്ട്. അവിടെ ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വിചാരിച്ചത്. അതവിടെ ചെന്നിട്ട് വെള്ളം കുടിച്ച അടിപൊളി സാരി ചേച്ചി. നല്ല രസമുണ്ട്. ഇതെവിടെ കഴിച്ചേ? ഇത് മീഷോയിൽ ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ട്. നല്ല ഗ്ലേസിംഗ് അല്ലേ? ബ്ലൗസ് നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് റെഡാണ്. ഇത് ദൂരെ ഭയങ്കര ഒരു തിളക്കം. ഞാൻ ചേച്ചി അടിപൊളി. പക്ഷെ അടിപൊളി, നല്ല രസമുണ്ട്. ഷാമ്പു വെച്ചല്ലേ? അതൊക്കെ വീഡിയോയിൽ അന്ന് ചേച്ചി ഇന്നാള് ഇട്ടിരുന്നേ. ആ ചുരിദാർ ഇട്ടാൽ മതിയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ആ ഒരു ഈ കളറല്ലേ അത് അടിപൊളിയായിരുന്നു. ഇത് ജീൻസ് അല്ലേ? അല്ലേ? മതി. ഇനി കെട്ടണോ? പിന്നണമെങ്കിൽ പിന്നണോ? അപ്പൊ ഞങ്ങൾ ഇറങ്ങണേ കേട്ടോ. പലഹാരങ്ങൾ ഓരോരുത്തരും ഓരോ പെട്ടി എടുത്തിട്ടുണ്ട്. ഞാനും ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. എടുക്കോ ചേച്ചി? എടുക്കോ? അതെടുക്കോ? ഇനിയുണ്ടോ? ഗീതാരെ കൊണ്ടു ആ പാൻറ് ചേർന്നു. എന്താണ് മോളുടെ സ്പെഷ്യൽ? പോവാ ആദ്യ വാ.
ആദ്യം ആരാണ് കൊടുക്കാൻ? ഇതെങ്കിലും ഒരു പലഹാരം കുറച്ച് മധുരം കൊടുത്ത് നെയ്യപ്പൊല്ലി ആദ്യം കൊടുക്കണം. കുറച്ച് മതി. ഒന്ന് മതി, ഒന്ന് മതി. ഞാൻ കൊടുക്കും. കൊടുത്തു വെള്ളമുണ്ട്.
എല്ലാം അല്ല ഓരോന്നും ഓരോ പാത്രത്തിലാക്കി മതി. എടുത്തോ? കസേര നേടി അത് ഇങ്ങോട്ട് അതാ അതിലെ നീ അപ്പോൾ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട്. ഇപ്പോഴായിട്ടൊന്ന് വന്ന് കയറിയതേ ഉള്ളൂ. വന്ന് കയറി ബാഗൊക്കെ കൊണ്ടുവച്ച് ഭയങ്കര വെള്ളം ദാഹമായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സദ്യയായിരുന്നു, അടപ്പായസമായിരുന്നു. അടപ്പായസം കൂട്ടി നല്ല അടിപൊളി സദ്യ ഉണ്ട്, അടിപൊളി സദ്യയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദേവു എന്ന് വെച്ചാൽ ചേച്ചിയുടെ മോളെ പേര് ദേവു എന്നാണ്. ദേവു വീട്ടിൽ കയറുന്ന ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്തെന്നറിയാമോ,
അവർ കാറിൽ ഫ്രണ്ടിൽ നിന്നേ പോയായിരുന്നു. ഞങ്ങൾ ബാക്കിലുള്ള കാറിലായിരുന്നു വന്നത്. പക്ഷെ അവരോട് എത്താൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കാർ എത്തുന്ന മുമ്പേ അവരെ കാറ് അവിടെ എത്തി. അപ്പോഴും എന്നെ ചേച്ചി ആരതിയൊക്കെ ഒഴിഞ്ഞ് വീട്ടിൻ്റെ അകത്ത് കയറ്റിയതാണ്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞങ്ങൾ ബാക്കിലായിപ്പോയി. പിന്നെ ആ ഭരണിയിൽ കൊണ്ടുവന്നില്ലേ എന്ന് വെച്ചാൽ ദേവു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഭരണി കൊടുത്തില്ലേ, ആ ഭരണിയിലെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. അതിനി ആ വെളിച്ചെണ്ണ അവർ ഭദ്രമായി സൂക്ഷിച്ച് അവിടെ അലമാരയിൽ വച്ചിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും ഇനി എടുക്കൂല. അതിനി കൊച്ചിന് ദേവ് പ്രസവിച്ചതിന് ശേഷം കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുമല്ലോ. ആദ്യമായിട്ട് കുളിപ്പിക്കാൻ എടുക്കുന്നത് ആ എണ്ണ തേച്ചാണ് കൊച്ചിനെ കുളിപ്പിക്കുന്നത്. ആ എണ്ണയൊക്കെ തേച്ചാണ് ആ കൊച്ചിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറെന്തോ പറയുക, പിന്നെ കുടുംബത്തിലെല്ലാവരെയും കാണാൻ പറ്റി. ഇങ്ങനെ സന്തോഷമുള്ള ചില നിമിഷങ്ങളിലാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവരും ഒത്തൊരുമിച്ച് കാണാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചില ഇടവേളയിലാണ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് ബന്ധുക്കളെ. അങ്ങനെ ബന്ധുക്കളെയൊക്കെ കണ്ടു, സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ വന്ന് ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നു. പിന്നെ അവിടെ അവർ കുറച്ച് പലഹാരമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ അവർ ചേച്ചിയൊക്കെ വിളിച്ച് അവർക്കൊക്കെ ഇത്തിരിയൊക്കെ കൊടുക്കണ്ടേ, വിളിച്ചവർക്കൊക്കെ പലഹാരം കൊടുക്കാൻ വേണ്ടി അവരും കുറച്ച് പലഹാരമൊക്കെ അവിടെ മേടിച്ച് വെച്ചു. പിന്നെ അത് അടുത്തുള്ളവർക്കും ഒക്കെ ഞങ്ങൾക്കും ഒരേ കവറിലൊക്കെ ആക്കി എല്ലാ 7 ഐറ്റം പലഹാരത്തിൽ നിന്ന് കുറച്ച് ഇത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഒരു കിറ്റ് ഞങ്ങൾക്കും കിട്ടി. ബാക്കിയൊക്കെ ചേച്ചി അവിടെയൊക്കെ കൊടുത്തോളും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.